നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ ഒരു സുഹൃത്തിനെ? കൂടപ്പിറപ്പിനെ പോലെ നമ്മളെ കൂടെ നടന്നിരുന്ന, എന്നും കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന, പാതിരാത്രി വിളിച്ച് വാടാ നമുക്കൊരു ചായ കുടിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നിരുന്ന, മണിക്കൂറുകളോളം വർത്തമാനം പറഞ്ഞിരുന്ന, നമ്മുടെ സങ്കടങ്ങളും സ്വപ്നങ്ങളും എന്തിനും മറ്റാർക്കും അറിയാത്ത രഹസ്യങ്ങൾ പോലും അറിഞ്ഞിരുന്ന ആ ഒരു സുഹൃത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ന് മുതലാണ് നിങ്ങൾ തമ്മിൽ ശരിക്കൊന്നും മിണ്ടാതായത്? ഒരു ഫോർവേഡ് മെസ്സേജോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഷെയർ ചെയ്യുന്നതോ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യലോ അല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സ് തുറന്നുള്ള ഒരു വർത്തമാനം. ഇതാലോചിക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ വിഷമം തോന്നുമെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം 30കളിലേക്ക് കടക്കുമ്പോൾ സൗഹൃദങ്ങൾ അവസാനിക്കുന്നത് വഴക്കലുണ്ടായിട്ടൊന്നല്ല, മറിച്ച് ആരോടും പറയാതെ അവ പതുക്കെ മാഞ്ഞു പോവുകയാണ്, നമ്മൾ പോലും അറിയാതെ. നമ്മുടെ 20കളിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് സെറ്റപ്പായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. ലൈഫിൽ എന്ത് വന്നാലും നമ്മൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും എന്നൊക്കെ നമ്മളൊന്ന് വിചാരിക്കാറുണ്ട്, പറയാറുണ്ട്, അല്ലേ? പക്ഷേ ഉത്തരവാദിത്തങ്ങളും കരിയറും കല്യാണമൊക്കെ ആയി ലൈഫ് കുറച്ച് സീരിയസ് ആകുമ്പോൾ ആ എന്നും എന്നത് എപ്പോഴെങ്കിലും എന്തായി മാറും. പിന്നെ അത് വല്ലപ്പോഴുമായി ചുരുങ്ങും. അവസാനം അത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാട്ടോ എന്ന വെറും വാക്കിൽ വന്നു നിൽക്കും. സത്യത്തിൽ ഈ 30കൾക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അത്രയും ക്ലോസ് ആയ ഫ്രണ്ട്സ് പോലും എന്തുകൊണ്ടാണ് പതുക്കെ ഡ്രിഫ്റ്റായി പോകുന്നത്? ആരും പുറത്തു പറയാത്ത ആ കയ്പുള്ള സത്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ലാസ്റ്റ് റീസൺ ഉണ്ടല്ലോ, അതൊരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാവാം. എന്താണെന്നറിയണ്ടേ? വീഡിയോ തുടർന്ന് കാണും. നമ്മുടെ ആ പഴയ 20കളിലേക്കും തിരിഞ്ഞു നോക്കിയേ. അത് നമ്മളെല്ലാവരും ഒരേ തോണിയിലെ യാത്രക്കാരായിരുന്നു. ഒരേ കോളേജ്, ഒരേ കഷ്ടപ്പാടുകൾ, ഒരേപോലെയുള്ള ഡെയിലി റൂട്ടീന്. അന്നാണ് നമ്മുടെ ലൈഫ് ശരിക്കും ഷെയർഡായിരുന്നു. എന്ത് നടന്നാലും നമ്മൾ എല്ലാവരും ഒപ്പം ഉണ്ടാവും. പക്ഷേ ഈ 30കളിലേക്ക് എത്തുമ്പോൾ കഥയാകെ മാറും. നമ്മൾ ഓരോരുത്തരും ഓരോരോ ടൈം ലൈനിലാകും. ഒരു ഫ്രണ്ട് ഒരു പക്ഷേ ഗൾഫിലോ യൂറോപ്പിലോ ഒക്കെ കരിയർ സെറ്റ് ചെയ്യുന്ന തിരക്കിലാകും. വേറെ ആൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ആ തിരക്കിൽ. വേറെ കൂട്ടുകാരൻ ലൈഫിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റീസ് മാറുകയാണ്. നമ്മുടെ ഷെഡ്യൂളുകൾ തമ്മിൽ ഒരു പൊരുത്തമില്ലാതെ വരും. അവസാനം ഒരു വഴക്കോ പിണക്കമോ പോലും ഇല്ലാതെ നമ്മൾ പരസ്പരം ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകും. അത് സ്നേഹമില്ലാത്തത് കൊണ്ടോ കെയർ ചെയ്യാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഓരോരുത്തരുടെയും ജീവിതം അല്പം കൂടി ഹെവി ആയി മാറുന്നതുകൊണ്ടാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ മറ്റൊന്നിനും സമയം തികയാതെ വരുന്നതുകൊണ്ടാണ്. ആ പഴയ കാലം എന്ന് ഓർത്ത് നോക്കിയേ, മണിക്കൂറുകളോളം നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു, അല്ലേ? പ്രണയത്തെക്കുറിച്ചും വലിയ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും പിന്നെ ഒരു കാര്യമില്ലാത്ത വെറും മണ്ടത്തരങ്ങളെക്കുറിച്ചുമൊക്കെ എത്ര നേരമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്, അല്ലേ? സമയം പോകുന്ന പോലും നമ്മൾ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോഴോ നമ്മുടെ സംസാരമൊക്കെ വെറും 10 സെക്കൻഡിൽ തീരുന്ന വർത്തമാനങ്ങളായി മാറി. ഒരുതരം എന്താണ് പറയുക, ഫോർമൽ ടോൺ അതിൽ വരാൻ തുടങ്ങി. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ സുഖമാണ്, പണീൻ്റെ തിരക്കിലാണ് എന്നൊരു മറുപടിയിൽ എല്ലാം അവസാനിക്കും. അവിടെ ആ സംഭാഷണം ഡെഡാകുകയാണ്, ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ പഴയ ആളുകളല്ല ഇപ്പോൾ. നമ്മുടെ ചിന്താഗതികൾ മാറി, നമ്മുടെ ഇഷ്ടങ്ങൾ മാറി, നമ്മുടെ ഇമോഷണൽ നീഡ്സ് പോലും പഴയതുപോലെയല്ല. പണ്ട് നമ്മൾ എന്തിൻ്റെ പേരിലാണോ കണക്റ്റഡ് ആയിരുന്നത്, ആ ഒരു പഴയ വേർഷനിൽ നിന്ന് നമ്മൾ രണ്ടുപേരും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. നമ്മളറിയാതെ തന്നെ നമ്മൾ പരസ്പരം ഔട്ട്ഗ്രോ ചെയ്യുകയാണ്. അതൊരാൾ മോശമായതുകൊണ്ടൊന്നല്ല, മറിച്ച് ജീവിതം നമ്മളെ പുതിയൊരാളായി മാറ്റിയെടുക്കുന്നതുകൊണ്ടാണ്. ആ ഒരു മാറ്റം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഏതൊരു ബന്ധം നിലനിൽക്കണമെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ട് വേണം, അല്ലേ? പ്രത്യേകിച്ച് ഈ ഫ്രണ്ട്ഷിപ്പിൽ. പക്ഷേ ഈ 30കളിലേക്ക് എത്തുമ്പോൾ ഈ എഫേർട്ട് ഒരു വശത്ത് മാത്രമായി ഒതുങ്ങി പോകാറുണ്ട്. ചിലപ്പോൾ ഒരാൾ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും വരുന്നത് ഒരേ മറുപടി ആയിരിക്കും. എടാ നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. ആ അടുത്ത് തന്നെ എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരാൾ ആ പഴയ സൗഹൃദം എങ്ങനെയെങ്കിലും മുറുകെ പിടിക്കാൻ നോക്കുമ്പോൾ മറ്റേ ആൾ അറിയാതെ തന്നെ അത് കൈവിട്ട് കളയുകയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ആ ശ്രമങ്ങൾ അവസാനിപ്പിക്കും. അത് അവരോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഈ ബന്ധം നിലനിർത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പാണ്. ഞാൻ മാത്രം എന്തിനെങ്കിലും വെറുതെ മെസ്സേജ് അയക്കണം എന്നൊരു തോന്നൽ ഉള്ളിൽ വരും. അവിടെ നമ്മൾ അവരോട് പോയിട്ട് വഴക്കിടാനോ നീ എന്താടാ ഇങ്ങനെ എന്ന് ചോദിക്കാനോ ഒന്നും നിൽക്കില്ല. പകരം നമ്മൾ പതുക്കെ ആ മൗനം തിരഞ്ഞെടുക്കും. ഒരു പിണക്കവും ഇല്ലാതെ, വർത്തമാനങ്ങളില്ലാതെ നമ്മൾ ആ സൗഹൃദത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി നടക്കും. 30 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം നമുക്ക് മാത്രമുള്ളതല്ല, അല്ലേ? കൂടെ ഒരുപാട് പേരുണ്ടാകും. കുടുംബം നോക്കണം, കരിയറിലെ ടെൻഷൻ, സാമ്പത്തികമായ നൂലാമാലകൾ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊരു സാഹചര്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ് നമുക്ക് മറ്റെന്തുള്ളൂ. അവിടെ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ പതുക്കെ പതുക്കെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറും.
നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കും. ഇതൊക്കെ ഒന്ന് സെറ്റിലായിട്ട് വേണം അവനെ ഒന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ അവളെ ഒന്ന് കാണാൻ. പക്ഷേ സത്യം എന്താണെന്നറിയോ, ലൈഫിലൊന്നും ഒരിക്കലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റാകാൻ പോകുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ അടുത്ത് വരും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ തിരക്കുകൾ വന്നുകൊണ്ടിരിക്കും. അനുഭവമല്ലേ? നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇതൊന്നും. പക്ഷേ ഇങ്ങനെ എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ പോലും അറിയാതെ മാസങ്ങളും വർഷങ്ങളും കടന്നു പോകും. ഒരു കോൾ പോലും ചെയ്യാതെ, ഒരു മെസ്സേജ് പോലും അയക്കാതെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരെ എത്തിയിട്ടുണ്ടാകും. തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക്. എല്ലാ സൗഹൃദങ്ങളും വലിയ വഴക്കിട്ട് അവസാനിപ്പിക്കണമെന്നില്ല. ചിലപ്പോൾ വളരെ ചെറിയ തെറ്റിദ്ധാരണകൾ മതിയാകും. നമ്മൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാത്തതോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം അവരെ വിളിക്കാൻ വിട്ടുപോയതോ ഒക്കെ ആവാം അത്. ആ സമയത്ത് വന്ന് ആ ഒരു ചെറിയ വിഷമല്ലേ, അത് നമ്മൾ ആരോടും പറയില്ല, ഉള്ളിൽ തന്നെ വയ്ക്കും. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈഗോ മെല്ലെ കയറി വരുന്നത്. നമ്മൾ വിചാരിക്കും അവർക്ക് എന്നെ എത്ര നിർബന്ധമാണെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ, മെസ്സേജ് അയക്കട്ടെ എന്ന്. ഇതേ കാര്യം തന്നെയാകും അപ്പുറത്തുള്ളവരും ചിന്തിക്കുന്നത്. രണ്ടുപേരും ആ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ മടിച്ചു നിൽക്കും. അങ്ങനെ ഒരു പരാതിയുമില്ലാതെ, ഒരു പിണക്കവുമില്ലാതെ ഒരിക്കലും നമുക്ക് എല്ലാമായിരുന്ന ആ പ്രിയപ്പെട്ടവർ വെറും അപരിചിതരായി മാറും. വെറും ഓർമ്മകൾ മാത്രമുള്ള രണ്ട് അപരിചിതർ. സത്യത്തിൽ അംഗീകരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. ചില സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യേക ഘട്ടത്തിന് വേണ്ടി മാത്രം ഉണ്ടായതാണ്. ഒരുപക്ഷെ നമ്മുടെ കോളേജ് കാലത്തെ ആ പഴയ നമ്മളെ താങ്ങി നിർത്താൻ, അല്ലെങ്കിൽ നമ്മൾ തകർന്നു നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു മോറൽ സപ്പോർട്ട് തരാൻ വേണ്ടി അവർ വേണമായിരുന്നു. നമ്മളാക്കി മാറ്റാൻ അവർക്കൊരു റോളുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടം കഴിഞ്ഞാൽ അവർ പതുക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകും. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ, ആരോടും പരാതികളില്ലാതെ, വളരെ നിശബ്ദമായിട്ട്. നമ്മുടെ ജീവിതം ഒരു പുസ്തകം പോലെയാണെങ്കിൽ അതിലെ ചില ചാപ്റ്ററുകളിൽ മാത്രം വന്നു പോകുന്നവരാണ് അവർ. അത് മോശമായതുകൊണ്ടൊന്നല്ല, അവരുടെ റോള് നമ്മുടെ ജീവിതത്തിൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നമ്മുടെ കൂടെ അവസാനം വരെ നടക്കണമെന്നില്ല. ചിലർ നമ്മളെന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി വന്നവരായിരിക്കും, മറ്റു ചിലർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നവരായിരിക്കും. ആ ദൗത്യം കഴിഞ്ഞാൽ അവർ പതുക്കെ വഴി പിരിയും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആരോടും പരിഭവിക്കേണ്ട. പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, നമ്മൾ തമ്മിൽ എപ്പോഴും ആ പഴയ അടുപ്പമില്ല എന്ന് കരുതി ആ സൗഹൃദത്തിൽ നിന്നും ഒരു വിലയുമില്ല എന്ന് വിചാരിക്കരുത്. ആ പഴയ ഓർമ്മകളില്ലേ, അതൊക്കെ ഇന്നും സത്യമാണ്. അന്ന് പാതിരാത്രിയിൽ നമ്മൾ പറഞ്ഞിരുന്ന ആ വർത്തമാനങ്ങളാണ് ഇന്നത്തെ നമ്മളാക്കി മാറ്റിയത്. ചിലപ്പോഴൊക്കെ ആ പഴയ ബന്ധം വീണ്ടും തിരിച്ചു കിട്ടാൻ ഒരൊറ്റ മെസ്സേജ് മതിയാകും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ട്, പക്ഷേ ഉള്ളിൽ എവിടെയോ ഒരു മടി അല്ലേ? ഒന്ന് ചോദിച്ചു നോക്കിയേ, ആ സുഹൃത്തിനേക്കാൾ വലുതാണോ നിങ്ങളുടെ ഈ ഈഗോ? ഈ അകൽച്ചയാണോ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. ഈ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും തിരക്ക് പിടിച്ച് തന്നെയാവും. ആളുകൾ വരും പോകും. പക്ഷേ ഹൃദയത്തോട് അത്രയും അടുത്ത ചില കണക്ഷൻസ് ഇല്ലേ, അതൊക്കെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. വെറുതെ സമയം കടന്നു പോയെന്ന ഒറ്റ കാരണത്താൽ മാത്രം ആ ബന്ധങ്ങൾ ഇല്ലാതാക്കരുത്. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ആ പഴയ കൂട്ടുകാരന് ഒരു ഹലോ എങ്കിലും അയച്ചു നോക്കൂ. ചിലപ്പോൾ അവർ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഒറ്റ മെസ്സേജിനായിരിക്കും. അപ്പോൾ അവസാനമായി ഒരു ചെറിയ കാര്യം കൂടി. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന ആ പഴയ കൂട്ടുകാരനില്ലേ, അല്ലെങ്കിൽ കൂട്ടുകാരി, അവരെ ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ അവരുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ. അതല്ലെങ്കിൽ വർഷങ്ങളായി മിണ്ടാതിരിക്കുന്ന ആ സുഹൃത്തിനെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് ടാഗ് ചെയ്തേക്കൂ. അല്ലെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യൂ. ആർക്കറിയാം, ചിലപ്പോൾ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ ഈ ഒരു ചെറിയ വീഡിയോ കാരണമായേക്കാം. അതുകൊണ്ട് മടിക്കണ്ട. ഒരു ഹലോ അയക്കാൻ ഇതിൽ നല്ല അവസരം ഇനി കിട്ടില്ല. ചിലപ്പോൾ അവർ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പിനായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.